Hey, what's up, you guys? This is my first YouTube video. ഇന്ന് നൈസായിട്ട് കുട്ടിക്കാനം വരെ ഒന്ന് പോയിട്ട് അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. ബിക്കോസ് ഓൺ വോയിസിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് എടുക്കുന്ന വീഡിയോ. നൈസായിട്ട് ഇവിടെ വരെ ഞാൻ ഈ വീഡിയോ വെച്ചത്, പക്ഷേ താന്നുപോയി. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വ്യൂ കിട്ടത്തില്ല. സോ ഞാൻ ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് നൈസായിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി. പക്ഷേ ഇപ്പോഴും ചെറിയ മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അത്രയും. നമുക്ക് കുട്ടിക്കാനം ടൗണിലെത്താൻ എന്തായാലും അവിടെ അത്യാവശ്യം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കയ്യിൽ നേരത്തെ ഇരുന്നത് GoPro 5 ആയിരുന്നു. പക്ഷെ അതിൽ ഇത്രയും സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഓക്കെ ആയിരുന്നു. പക്ഷെ ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട്. പക്ഷേ അവിടെ ലോങ്ങിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് മഞ്ഞ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ. പക്ഷേ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ കുട്ടിക്കാനം ചെല്ലുമ്പോൾ. എനിക്ക് തോന്നുന്നുണ്ട് ഉറപ്പായിട്ടും കിട്ടുമെന്ന്. അപ്പോൾ പറഞ്ഞു വന്നത്, എനിക്ക് നേരത്തെ GoProയിൽ എടുത്ത വീഡിയോസ് ഫുള്ള് ഞാനൊരു ലാപ്പിലായിരുന്നു ഇട്ടിരുന്നത്. പക്ഷേ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ബാക്കപ്പ് പ്ലാനും കൂടെ കേട്ടോ. നിങ്ങൾ എടുക്കുന്ന വീഡിയോസ് ഒരു യൂട്യൂബിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബാക്കപ്പായിട്ട് അവിടെ കിടന്നോളും. ഇല്ലെങ്കിൽ നിങ്ങൾ ലാപ്പിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സീനിൽ ഹാർഡ് ഡിസ്കിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ വീഡിയോ കിട്ടില്ല. റിക്കവർ ചെയ്ത് എടുക്കാനൊക്കെ പറ്റും, പക്ഷേ എനിക്കത് കിട്ടിയില്ല. ഫുള്ള് പോയി. ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു, ഫോട്ടോസ് ഉണ്ടായിരുന്നു. ആ ലാപ്ടോപ്പ് പോയതുകൊണ്ട് പിന്നെ ഈ GoPro എടുത്തിട്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓൺ വോയിസിൽ തന്നെ ചെയ്യാം. അത്യാവശ്യം എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്കും കിട്ടട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടു നോക്കാം. അത്യാവശ്യം സൂപ്പർ വഴിയാണ് കേട്ടോ ഇത്. ഒരു രക്ഷയില്ലാത്ത വഴിയാണ്. നിങ്ങൾ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളൊക്കെ ഇല്ലേ, ഫോർ എക്സാമ്പിൾ ഞായറാഴ്ച ഈവനിങ് നൈറ്റ് വന്നു കഴിഞ്ഞാൽ അത്ര വൈബ് കിട്ടത്തില്ല. നൈറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഒരുപാട് രാത്രി വന്നു കഴിഞ്ഞാൽ അത്ര വൈബ് കിട്ടത്തില്ല. പക്ഷേ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സൺഡേയ്സൊക്കെ നൈസായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മണിയൊക്കെ ഇവിടെ എത്തുന്ന രീതിയിൽ ഇറങ്ങണം. ഫോർ എക്സാമ്പിൾ ഈ വാഗമൺ, പുള്ളിക്കാനം, പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുട്ടിക്കാനം, ഇതൊക്കെ ഒരു 5 മണി ആ ഒരു ടൈമിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നൈസായിട്ട് വളവ് കയറിപ്പോന്നു. ജസ്റ്റ് മിസ്. അതായത് നിങ്ങൾ ഒരു സൺഡേസൊക്കെ പ്ലാൻ ചെയ്തിട്ട് നൈസായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം കുട്ടിക്കാനം ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ് ഈ സമയം. പക്ഷെ നല്ല മഴ ഒക്കെ ഉള്ള സമയമാണ്. അപ്പം നിങ്ങൾ അതനുസരിച്ച് വേണം വരാൻ. പതിയൊക്കെ വന്നിട്ട് പോവുക. നമ്മളെപ്പോഴും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ വരുന്നത്. സോ എൻജോയ്മെൻ്റ് അതൊരു സീനായി പോകരുത്. അതുകൊണ്ട് നിങ്ങൾ പതിയൊക്കെ വരിക, പതിയെ പോവുക, ഓവർ സ്പീഡൊക്കെ കുറയ്ക്കുക, പതിയെ നോർമലി വന്ന് കണ്ട് കേട്ട് പോവുക. ഫാമിലിയായിട്ട് വരുവാണെങ്കിൽ അടിപൊളിയാട്ടോ. പക്ഷേ കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം. ഭയങ്കര മഞ്ഞും തണുപ്പും ഒക്കെയാണ്. ലോങ്ങിലൊക്കെ അത്യാവശ്യം കാണാം കേട്ടോ മഞ്ഞ്. പക്ഷേ ഈ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ റോഡ് ഒരു രക്ഷയില്ല കേട്ടോ. കിഡിലെ റോഡ്. ബൈക്കുകാർക്കൊക്കെ പറപ്പിക്കാനൊക്കെ തോന്നും. പക്ഷേ സേഫ് ആണെങ്കിൽ മാത്രം കുറച്ച് സ്പീഡിലൊക്കെ പോവുക, അല്ലെങ്കിൽ നോർമലി പോവുക. സീനെന്ന് വെച്ചാൽ ഈ GoPro ഈ ഹെൽമെറ്റ് വെക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും പോലീസുകാരോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് പണി പാളും. പക്ഷെ എന്നിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു 10 മിനിറ്റത്തേക്കേ വെക്കുള്ളൂ. ഈ സമയത്ത് പോലീസുകാരെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അവർ പിടിക്കും. അവർ പറഞ്ഞേക്കുന്നത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോസിൽ മാത്രം കണ്ണായി പോകും. സോ ആക്സിഡൻ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് എൻ്റെ ചെസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ കാണാൻ പറ്റില്ല വ്യൂ. അതുകൊണ്ടാണ് ചെസ്റ്റിൽ വെക്കാത്തത്. എനിക്ക് ചെസ്റ്റിൽ വെക്കുന്ന മൗണ്ട് ഉണ്ട്, പക്ഷേ അത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വൈസറെ തട്ടി ഓൾമോസ്റ്റ് വ്യൂ പോകും. സോ അതുകൊണ്ട് ഞാൻ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് വെക്കത്തുള്ളൂ. നമ്മൾ ഇവിടുന്ന് കൊടൈക്കനാലൊക്കെ പോകുന്ന സമയത്ത് വലിയ സീനില്ല. അവർക്കൊരു പോലീസുകാരെ കൈ കാണിച്ചാൽ അവരെന്തായാലും ഒരു 100 രൂപ നമ്മുടെ അടുത്ത് നിന്ന് മേടിക്കും. അത് ഉറപ്പാണ്. അതിപ്പോൾ ക്യാമറ വെച്ചാലും ശരി, ഹെൽമെറ്റ് വെച്ചാലും ശരി, ഗ്ലാസ് ഉണ്ടെങ്കിലും ശരി, ഒരു 100 അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓൺ വോയിസിൽ ചെയ്യുന്നതുകൊണ്ട്
കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെന്ന് എനിക്കറിയാം. ആൻഡ് ദിസ് ഈസ് മൈ പാർട്ട് 1. So show some love in the form of like and comment. See you in the next video. Bye bye.